Good evening. Good evening, ma'am. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. എല്ലാവരും നമ്പർ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തോ? ചെയ്യുന്നുണ്ടോ? സബ്മിറ്റും ചെയ്തു. ചെയ്തല്ലേ? ഓക്കെ, വെരി ഗുഡ്. സ്ക്വയർ ചാർട്ടോ? അതും ചെയ്തു. അതും ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ചെയ്യാൻ ഡ്യൂട്ടിക്ക് പോകുന്നോണ്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ മിസ്സേ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, സബ്മിറ്റ് ചെയ്തു. എന്താണ് സരിച്ച് എന്താ പറഞ്ഞേ? ക്ലിയർ ആയില്ല കേട്ടോ. ഡ്യൂട്ടിക്ക് പോകുന്നോണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, ടൈം കിട്ടാത്തതുകൊണ്ടേ. എന്നാലും കുഴപ്പമില്ല, സബ്മിറ്റ് ചെയ്തു. ആ, ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? എവിടം വരെ ആയിരുന്നു പാരാഗ്രാഫ് പറഞ്ഞു നിർത്തിയത്? ഒരാളൊന്നും തന്നെ ഒന്ന് ഉറപ്പിച്ചേതായിരുന്നു? ആർക്കറിയില്ലേ? സെക്കൻഡ് പേജില് ആ ഫസ്റ്റ് 2 പാരഗ്രാഫ് ഇല്ലേ മാം, ആ, അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഡെവലപ്മെന്റിൽ മറ്റേ സ്പീച്ച് വൊക്കാബുലറി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ. നമ്മൾ പിള്ളേരോട് ഇംഗ്ലീഷ് സംസാരിച്ച് കഴിയുമ്പോൾ അവർ എത്ര സമയത്തിനുള്ളിൽ റെസ്പോണ്ട് ചെയ്യുന്നു, എത്ര വാക്കുകളിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ സഹായിക്കും എന്നുള്ളത്. പിന്നെ കുട്ടികൾക്ക് വായനാശീലം ചെറുപ്പത്തിലെ വളർത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അവരുടെ വളർന്നു വരുന്ന സാഹചര്യം, സ്കൂളിലെ അന്തരീക്ഷം, അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള കണക്ഷൻസ്, അവരുടെ ഫാമിലിയിൽ അച്ഛനമ്മമാരുടെ സപ്പോർട്ട്, അതൊക്കെ അവരുടെ വൊക്കാബുലറി സ്പീച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? അത് പറഞ്ഞു തുടങ്ങിയോ? ഇല്ല മാം, അത് പറഞ്ഞിട്ടില്ല അല്ലെ? ഓക്കെ. ശില്പ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. ഞാൻ കുറച്ച് ക്ലാസ്സുകളായി ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ശില്പയെ. എന്താ പറയാ, നല്ലൊരു ഫെസിലിറ്റേറ്റർ ആവാനായിട്ട് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് ശില്പ കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് മറ്റുള്ളവരും ഞാൻ ഇതായി പറയുന്നതല്ല കേട്ടോ. കുട്ടിക്ക് പ്രത്യേക ഒരു ഇതുണ്ട്. മറ്റുള്ളവരെല്ലാവരും നല്ലവർ തന്നെയാണ്, എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് പലരുടെയും പല ഇതായിരിക്കുമല്ലോ. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, എനിക്ക് എല്ലാവരും ഈക്വൽ തന്നെയാണ്, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, പലർക്കും പല സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ നേരത്തെ തന്നെ സരിജ പറഞ്ഞല്ലോ, ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടി ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് നൽകുന്നത്. ഓക്കെ, അപ്പോ അടുത്തത് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. അപ്പോ അത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ, ഞാനല്ല പറയേണ്ടത്. ഞാൻ കുറച്ച് ക്ലാസ്സുകളിലായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, കാരണം ഒരു ടേബിൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇട്ട് തന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ആരാ പറയാ? ഒന്ന് ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നേ. ആരാ പറയാ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്? ആരെങ്കിലും പറഞ്ഞു ഒന്ന്? അതൊന്ന് വായിച്ചിട്ട് എല്ലാവരും ഒന്ന് മൈൻഡിൽ ആദ്യം റീഡ് ചെയ്യുക, ദെൻ ഡിസ്കസ് ചെയ്യുക, അതായത് ഷെയർ ചെയ്യുക. ഓക്കെ, ആരെങ്കിലും ഒരാൾ മുൻപോട്ട് വരൂ. ആരും തയ്യാറല്ലല്ലേ വരാനായിട്ട്? ഞാൻ പേരെടുത്ത് തന്നെ വിളിക്കണോ? നിങ്ങൾ തന്നെ തയ്യാറായിട്ട് വരിക. മാം, ഞാൻ പറയാം. സുജാത പ്രവീൺ. ഓക്കെ, പറഞ്ഞോളൂ. ഇത് ജസ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്താ പോരെ? ജസ്റ്റ് വായിച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, അതായത് സുജാതയുടെ മക്കളെ, അതായത് കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് കടന്നു വന്നതാണല്ലോ. മാരീഡ് അല്ലേ? കുട്ടികളില്ലേ? മക്കളെ 10th ആയി. ഓക്കെ. അപ്പൊ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ്. അതുകൊണ്ട് എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. Sequence of language development. There may be individual differences so far as the language development is connected, but the order remains the same for all.
ഇതില് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലില് ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഡിഫർ ചെയ്യും. ഇപ്പൊ ഒരാൾക്കുള്ള പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക്. പക്ഷെ ഇവരുടെ ഓർഡർ എല്ലാം സെയിം ആയിരിക്കും. ഇവരാ പോണ സ്റ്റേജ്. The general arrangements of language developments is as follows. At birth, language is practically absent. അതായത് ഡെലിവറി പ്രസവിച്ച് കഴിഞ്ഞ ആ സമയത്ത് ആ കുട്ടിക്ക് ലാംഗ്വേജ് ഒട്ടും തന്നെ ഇല്ല. കുട്ടി ജസ്റ്റ് കരച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വിശക്കുമ്പോൾ കരയുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കരയുക, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. At about 4 weeks, small throat sounds are noticed. ഒരു 4 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയ ചെറിയ എന്തെങ്കിലും സൗണ്ടുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. ത്രോട്ട് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ജസ്റ്റേഴ്സ് കുട്ടി പുറപ്പെടുവിക്കും. The starting point in language development is the child's smile and cooing at the age of 16 weeks. ഒരു 16 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ചെറുതായിട്ട് ഡെവലപ്മെന്റ് ഫസ്റ്റ് സ്റ്റേജ് ആണ്. കുട്ടി ചിരിക്കാൻ തുടങ്ങും. അതായത് കുട്ടിയെ സ്ഥിരമായി കാണുന്ന കെയർ ടേക്കറോ അല്ലെങ്കിൽ കുട്ടിയുടെ പാരന്റ്സ്, അമ്മയോ അച്ഛനോ ആരാ കുട്ടിയുടെ കൂടെ ഉള്ള വെച്ചാൽ അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. കുട്ടി ചെറുതായിട്ട് ചിരിക്കാൻ തുടങ്ങും. അവരോട് ഒരു അടുപ്പം കാണിച്ചു തുടങ്ങും. പിന്നെ ചെറുതായിട്ട് കൂ കൂന്നുള്ള, അതായത് അങ്ങനത്തെ സൗണ്ട്, തൊണ്ടയിൽ കൂടെ പുറപ്പെടുവിക്കുന്ന ചെറിയ ചെറിയ സൗണ്ടുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. Around 28 weeks, the babbling stage begins. 28 ആഴ്ചയാകുമ്പോഴേക്കും ബാബ്ലിംഗ് സൗണ്ട്, ബാ ബാ എന്നൊക്കെ ഉള്ള സൗണ്ടുകൾ കുട്ടി പറയാൻ തുടങ്ങും. Then around 40 weeks, the baby imitates sounds made by adults and takes these sounds into his own system. Now the baby says one word. ഇപ്പോൾ 40 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും കുട്ടി നമ്മൾ എന്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണോ ഏതാണ്ട് അതുപോലത്തെ സൗണ്ടുകൾ കുട്ടികൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ അത് ആ സൗണ്ട് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് ഇടയ്ക്കൊക്കെ അവർ കളിക്കണതിൻ്റെ ഇടയിൽ അവർ ആ ഒരു സൗണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് സന്തോഷം തോന്നുക. അപ്പോൾ എൻ്റെ മക്കൾ ചെറുതായിരിക്കുമ്പോൾ ഫാന് കറങ്ങണതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഈ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോൾ അവര് സന്തോഷം കാണിക്കുന്നത് ഫാൻ ഇട്ടിട്ട് നമ്മൾ ഓഫ് ചെയ്യൂല. അപ്പൊ പതുക്കെ ഇങ്ങനെ കറങ്ങി നിൽക്കാൻ പോണ സമയത്ത് ഈ പറഞ്ഞ ഭയങ്കര സൗണ്ടുകൾ അവര് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ തൊണ്ടേന്നൊരു അങ്ങനെയൊക്കെ ഒരു സൗണ്ട് അവര് ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ്. അവരങ്ങനെ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ നമ്മളത് കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഫാൻ ഒന്ന് ഇടും, ഒന്ന് ഓഫ് ചെയ്യും. അപ്പൊ അവര് അത് നോക്കി ഇങ്ങനെ ഭയങ്കര കീനായിട്ട് അതിലേക്ക് ശ്രദ്ധിക്കണതാണ് അവര്. അപ്പൊ അത് അങ്ങനെയാണ്. പിന്നെ ഒരു വേർഡ് ആ കുട്ടി പറയാനായിട്ട് തുടങ്ങും. ആ സമയത്ത് ആ ഒരു വേർഡായിട്ട് തന്നെ പറയാൻ തുടങ്ങും. ഈ ബാബ്ലിംഗ് സൗണ്ട്, കൂ സൗണ്ട് കൂടാണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ വേർഡ്, ഇപ്പൊ മാ പാ എന്നൊക്കെ പറയാൻ തുടങ്ങും. അമ്മ എന്നുള്ളതിന്റെയൊക്കെ തുടക്കമായിട്ട് പറയാൻ തുടങ്ങും. പിന്നെ around 52 weeks, the baby says 2 or more words. ഇപ്പൊ 52 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും കുട്ടി 2-3 വേർഡ്സ് ഒക്കെ പറയാൻ തുടങ്ങും. അതായത് നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന വേർഡ്സ് അവര് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവര് 1-2 വാക്കുകൾ കൂടുതൽ, അവരെ വൊക്കാബുലറി കുറച്ചും കൂടി കൂടും. അറൌണ്ട് 18 months, അപ്പോൾ ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ദ ബേബി കമ്പൈൻസ് വേർഡ്സ് ടു ഫോം ബേസിക് സെന്റൻസസ് പാറ്റേൺ. അപ്പോൾ ചെറിയ 2 വേർഡുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയൊരു, നമുക്കത് കുറച്ചും കൂടി മനസ്സിലാവത്തക്ക വിധത്തിലായിരിക്കും പിന്നെ കുട്ടികൾ വേർഡ്സ് പറയാം. അപ്പോൾ എന്താ പറയുക, ആദ്യം ബോൾ നമ്മളങ്ങനെ ഇതിൽ കണ്ടു. ബോൾ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ബോള് എന്നുള്ളതായിരിക്കും പറയുക. അപ്പൊ അതൊന്നും നമുക്ക് മനസ്സിലാക്കണം. ഒന്നില്ലെങ്കിൽ കുട്ടിക്ക് ബോള് വേണം, അല്ലെങ്കിൽ എനിക്ക് ബോൾ എടുത്തു തരുമോ, അതപ്പൊ ആ ബോൾ കാണുമ്പോഴാണ് ആ കുട്ടി അത് പറയുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ബോൾ വേണം എന്നാണ് അവൻ പറയണേ. അപ്പൊ അവനത് ബോള് നമ്മൾ എടുത്തു കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ചെറിയ വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ മീനിങ് ഫുൾ ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കും. അറൌണ്ട് 24 months, the baby uses simple phrases and understands simple directions. അപ്പോൾ ചെറിയ ചെറിയ ഫ്രേസുകളായിട്ട്, മുഴുവൻ അർത്ഥമില്ലെങ്കിലും എന്നാലും നമുക്ക് ഒരുവിധം മനസ്സിലാവണ പോലെ കുട്ടി പറഞ്ഞു തുടങ്ങും. ഇപ്പൊ ബോള് വേണം, അങ്ങനെയൊക്കെ കുറച്ചും കൂടി ഒന്ന് ആ കുട്ടി കുറച്ചും കൂടി വാക്കുകൾ ഉപയോഗിച്ചിട്ട് സെന്റൻസ് മുഴുവൻ അല്ലെങ്കിലും നമുക്ക് മനസ്സിലാവത്തക്ക വിധത്തില്. പിന്നെ ചെറിയ ചെറിയ ഡയറക്ഷൻ. അപ്പോ
എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും ഒരു എന്താ പറയാ കാക്ക പോയി, അപ്പൊ എങ്ങടാ പോയേ ചോദിച്ചാൽ അവിടെ, ആ വഴിക്ക്, ആ ഭാഗത്തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങും. അവിടേക്ക്, അങ്ങനെ ചെറിയ ചെറിയ ഡയറക്ഷൻസ് കുട്ടി കാണിക്കാൻ തുടങ്ങും. ഇന്ന ഡയറക്ഷൻ പോയി, അങ്ങനെ അങ്ങനെ കാണിക്കാൻ തുടങ്ങും. അപ്പൊ അതും കൂടി റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഇവിടെ മക്കളൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾക്ക് ഇത്തിരി റോഡ് സൈഡിലെ വീട്, അപ്പൊ അവർക്ക് ബസ്സിന്റെ പേര് പറഞ്ഞു കൊടുത്ത ആ കളറ്, പണ്ടൊക്കെ പല പല കളറായിരുന്നല്ലോ. അപ്പൊ ഓരോ ബസ്സിന് ഇന്ന പേരുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ ജനവാതിലുമായി പിടിച്ച് നിർത്തിയിട്ടാണ് ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഓരോ ബസ് പോകുമ്പോഴും അവർ ആ ബസ്സിന്റെ പേര് പറയും. അപ്പൊ ഓരോ വായ ഉരുള വായിലേക്ക് വെച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് അവര്. അപ്പൊ അവർക്ക് നമ്മൾ ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അവര് അത് റെക്കഗ്നൈസ് ചെയ്യും. അത് അവരെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും. ഓർമ്മശക്തി കുറച്ച് നല്ല മെമ്മറി പവർ ആയിരിക്കും ആ സമയത്ത്, കുറച്ചും കൂടി കൂടുതലായിരിക്കും. Around 36 months, the child's vocabulary enormously increases. Now he talks in sentences and answers simple questions. അപ്പോൾ 36 മാസമൊക്കെ ആകുമ്പോഴേക്കും കുട്ടിയുടെ വൊക്കാബുലറി നല്ലോണം ഇൻക്രീസ് ആവും. കുറച്ചും കൂടി നല്ല വൈഡായിട്ട് വൊക്കാബുലറി ഇൻക്രീസ് ആവും. അപ്പോൾ സെന്റൻസസ് കൃത്യമായിട്ട് പറയാൻ തുടങ്ങും. മറ്റത് ചെറിയ ചെറിയ വാക്കുകൾ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ ഇത് ഒരു എന്താ പറയുക, ഒരു സെന്റൻസ് മുഴുവനായിട്ട് കുട്ടി പറയാനും തുടങ്ങും. നമ്മൾ ചോദിക്കണതിന് കൃത്യമായിട്ട് ഉത്തരം ഒരു വൺ വേർഡ് അല്ലാണ്ട് തന്നെ ഒരു സെന്റൻസ് ആയിട്ട് തന്നെ അവര് നമ്മളോട് റിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവര് കുറച്ചും കൂടിയൊക്കെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഇനി 4 വയസ്സ്, around 4 years, the child uses conjunctions and understands prepositions. ഇപ്പോ എന്താ പറയാ, 4 വയസ്സൊക്കെ ആവുമ്പോൾ സ്കൂളിൽ ചേർത്തണ സമയമൊക്കെ ആയി. അപ്പോൾ അവര് പതുക്കെ പെൻസിലോ അല്ലെങ്കിൽ കളർ പെൻസിലോ എന്തൊക്കെയോ യൂസ് ചെയ്യണ സമയമായിരിക്കും. അപ്പോൾ ഇപ്പോൾ പെൻസിലൊക്കെ ചിലപ്പോൾ കട്ടിലിന്റെ അടിയിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന് ചോദിക്കണം, അയ്യോ പെൻസിൽ എവിടെ പോയി ചോദിച്ചാൽ അതാ കട്ടിലിന്റെ അടിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കൺജക്ഷൻസും പ്രപ്പോസിഷൻസും ഉപയോഗിക്കാൻ തുടങ്ങണം. അതിന്റെ അടിയിൽ, അല്ലെങ്കിൽ എവിടെയാണ് ബുക്ക് എവിടെ ഇരിക്കണേ ചോദിച്ചാൽ ബാഗിന്റെ ഉള്ളിൽ. ഇപ്പൊ അവര് എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കണമെങ്കിൽ പറയും ബാഗിന്റെ ഉള്ളിലെ ബോക്സ് ഞാൻ ഇന്ന കള്ളിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങും. ആൻഡ് അറൌണ്ട് 5 years the child speaks without infantile articulation. അപ്പൊ 5 വയസ്സിന് ശേഷം തീരെ ചെറിയ കുട്ടികൾ സംസാരിക്കണമെന്ന് വിട്ട് കുറച്ചും കൂടി അവൻ ആ മെച്യൂരിറ്റിയിലേക്ക് കടക്കും. കുറച്ചും കൂടിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. കുറച്ചും കൂടി മെച്യൂരിറ്റിയോട് കൂടി കുട്ടികളുടെ ഭാഷയിലല്ലാതെ പിന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ കൊഞ്ചലും ഇതൊക്കെ കുറച്ച് കുറഞ്ഞ് കൃത്യമായിട്ട് അവൻ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ആ ഒരു കംപ്ലീറ്റ് ആക്കാനുണ്ടല്ലോ, അതും കൂടി പറഞ്ഞോളൂ കേട്ടോ. പറഞ്ഞോളൂ. Much of the speech pattern that the child learns is the result of substitution of others. During the course of learning, it is possible that certain speech disorders like omission, stuttering, stammering, etc. may promote. ഇനി നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കേട്ടിട്ട് ചെറിയ കുട്ടികളായിരിക്കുമ്പോ നമ്മൾ പറയണ അതേ പാറ്റേണിൽ തന്നെ അവര് സംസാരിക്കണതാണ്. ചിലപ്പോ നമ്മളിപ്പോ എന്റെ അനിയന്റെ കുട്ടിയൊക്കെ ഇപ്പൊ ചെറുതാണ്, ഇപ്പൊ ഈ 4 വയസ്സാ, 4 വയസ്സ് 5 വയസ്സ്. അപ്പൊ അവര് സംസാരിക്കണായിട്ടൊന്നും അയ്യോ നമ്മൾ സംസാരിക്കില്ലേ, അതേപോലെയാണ് ആ കുട്ടികളുടെ സംസാരം. നമ്മൾ പറയേണ്ടത് എന്താണോ അതൊക്കെ കീനായിട്ട് വാച്ച് ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ നമ്മൾ ഒരു ഫോൺ ചെയ്യണ അതേപോലെ തന്നെ ആൾക്കറിയില്ല. നമ്മളുടെയൊക്കെ ഫോൺ റിങ് ചെയ്യുമ്പോ ഒരു ട്യൂൺ ഉണ്ടല്ലോ, റിംഗ് ടോൺ. അപ്പൊ ആള് സ്വന്തമായിട്ട് വായകൊണ്ട് തന്നെ ടു 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 എന്നൊരു സൗണ്ട് ഉണ്ടാക്കും. ഫോൺ വന്നു എടുത്തു. പിന്നെ നമ്മൾ സംസാരിക്കണ പോലെ നടന്നിട്ടായി. അപ്പൊ നമ്മളെ കുറെ ഇമിറ്റേറ്റ് ചെയ്യാനും തുടങ്ങും. നമ്മൾ എന്തൊക്കെ പറയണു അതിനെ അവര് ഏറ്റെടുത്തിട്ട് അതുപോലെ വലിയൊരാൾക്കാരുടെ പോലെയൊക്കെ അവരുടെ സംസാരം മാറും. പിന്നെ ഈ പ്രായത്തില് ഈ സംസാരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ വാക്കുകൾ ഒമിറ്റ് ചെയ്യുക. അതായത് നമ്മൾ കൃത്യമായിട്ട് ലാംഗ്വേജ് സംസാരിക്കണ പോലെയല്ല. അവര് ചിലപ്പോൾ ചില വാക്കുകളൊക്കെ അതൊന്ന് വിഴുങ്ങിന്ന് വരും. അതുപോലെ ചെറിയ ചെറിയ വിക്കല്, അതായത് സംസാരിച്ച് തുടങ്ങണേന്റെ ഒരു ഇതാണല്ലോ, അതിന്റെ ഒരു ചെറിയ വിക്കൽ, ഒരു വാക്ക് പറയാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ കാണിക്കും. പക്ഷെ അത് ഗ്രാജുവലി അവർ വലുതാവും തോറും അതൊക്കെ മാറി സംസാരിച്ച് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവുകയും ചെയ്യും. വൊക്കാബുലറിയും നല്ലോണം ഇൻക്രീസ് ചെയ്യും. പിന്നെ നോർമലി നമ്മുടെ പോലെ നന്നായി സംസാരിക്കാൻ തുടങ്ങും. വെരി ഗുഡ്. എല്ലാവർക്കും സുജാത പറഞ്ഞ ക്ലിയർ ആയില്ലേ? നല്ല രീതിയിൽ പറഞ്ഞു തന്നെ അല്ലേ? ഓക്കെ. എങ്ങനെയാ ഇത് കിട്ടിയത്? വളരെ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാ ഇത് പറയാൻ പറ്റിയത് ഇത്ര നന്നായിട്ട്? ഇല്ല, എനിക്ക്
പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്, ടീച്ചിങ് ഇഷ്ടമാണ്. ടീച്ചിങ് ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, കണ്ടോ ഇപ്പൊ സുജാത കണ്ടോ, നേരത്തെ ഞാൻ ആരോട് ചോദിച്ചു ആരെങ്കിലും മുന്നോട്ട് വരിക എന്ന് പറഞ്ഞു, അപ്പൊ തന്നെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, എന്നാലും സുജാത മുന്നോട്ട് വന്ന് പറഞ്ഞു. കണ്ടില്ലേ പറഞ്ഞത്? അതുപോലെ തന്നെയാണ് നിങ്ങളും പറയേണ്ടത് കേട്ടോ. ഓക്കെ, അതായത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടേബിൾ ആദ്യമേ തന്നെ തന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ? ടേബിൾ ആദ്യം തന്നത് ഹെൽപ്ഫുൾ ആയോ? ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. അപ്പൊ ഞാൻ ഇനി ഇതിന് എക്സ്പ്ലനേഷൻ പറയുന്നില്ല കേട്ടോ. സുജാത നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതാരാ പറയാ? ഈ ഒരു പാരാഗ്രാഫും കൂടി ഉള്ളൂ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നു. ഓക്കെ, അതൊന്ന് എല്ലാവരും ഒന്ന് ആദ്യം മൈൻഡിൽ റീഡ് ചെയ്യുക. ദെൻ ഒരാൾ മുൻപോട്ട് വരിക കേട്ടോ പറയാനായിട്ട്. എല്ലാവരും മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞവർ തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, മെജോറിറ്റി ആളുകളുടെയും കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ആരാണ് ഇത് വായിച്ചിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? ആരാ ചെയ്യാം? മുമ്പോട്ട് വരിക കേട്ടോ. കോൺഫിഡന്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് വരിക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാനൊരു കുട്ടിയാണെന്ന് വിചാരിക്കണം നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു നഴ്സറി കുട്ടിയാണെന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, പറയട്ടെ മാം? പറഞ്ഞോളൂ. വായിച്ചിട്ട് വേണ്ട പറയാൻ? വായിച്ചിട്ട് പറഞ്ഞാൽ മതി. Factors influencing language development. The important factors that influence language development are the child's maturity pattern, child maturity level, or more particularly his physical and motor development, influence his grammatical behavior at different ages. അത് ഓരോ കുട്ടികളുടെയും നമ്മുടെ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെൻറ്റിനനുസരിച്ചും അവരുടെ ബിഹേവിയർ അനുസരിച്ചിട്ടുമാണ്, അവരുടെ മെച്യൂരിറ്റി അനുസരിച്ചിട്ടും അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നന്നായി സംസാരിക്കാൻ കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന് വരത്തില്ല. ചിലർ പെട്ടെന്ന് നടന്നായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, നടക്കുന്ന കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കില്ല എന്ന്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അറൗണ്ട് 6 months her parents heard her producing sounds like ba, ba, ma, ma, pa, pa. ഇവിടെ ഇപ്പോൾ അനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഇതാണ് പറയുന്നത്. 6 മാസമായപ്പോഴത്തേക്കും ആ കുട്ടി യാതൊരു മീനിങ്ങോ അർത്ഥവും ഇല്ലാണ്ട് മാമ, ബാബ, പാപ്പ തുടങ്ങിയ സൗണ്ടുകൾ കേൾപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് സച്ച് ലെറ്റർ സിമിലർ സൗണ്ട് ഈസ് കോൾഡ് ബബ്ലിംഗ്. ഇങ്ങനെ മാമ, ബാബ എന്നുള്ള യാതൊരു മീനിങ്ങും ഇല്ലാത്ത വാക്കുകൾ പറയുന്നതാണ് ബബ്ലിംഗ് എന്ന് പറയുന്നത്. അനുസ് മദർ ഈസ് വെരി ഹാപ്പി വെൻ അനു articulate her first meaningful word ma around the age of 9 months. 9 മാസമുള്ളപ്പോഴാണ് അനു പറഞ്ഞത് മീനിങ് ആയിട്ട് അവളുടെ മാ എന്ന് പറഞ്ഞു തുടങ്ങിയത്. അമ്മ എന്ന് മനസ്സിലാക്കി മാ എന്ന് വിളിച്ചു തുടങ്ങിയത്. ഷി ഹാഡ് ആർട്ടിക്കുലേറ്റ് ദിസ് വേർഡ് ഓൺ സീയിങ് ഹെർ മദർ. അത് ആ കുട്ടിയുടെ അമ്മയെ നോക്കിയാണ് വിളിച്ചത്. അതുകൊണ്ടാണ് അത് മീനിങ് ആയിട്ടുള്ള ഒരു വേർഡായിട്ട് ബബ്ലിംഗ് അല്ലാതെ മാറിയത്. ഇതിനു മുന്നേ മാമ, ബാബ, പാപ്പ എന്നൊക്കെ വിളിച്ചിരുന്നത് ബബ്ലിംഗ് ആയിരുന്നു. ഒരു മീനിങ് ആയിട്ടുള്ള വേർഡ് ആയിരുന്നില്ല അതൊന്നും. പിന്നെ വെൻ എ ചൈൽഡ് അറ്റേഴ്സ് ദ വേർഡ് മിൽക്ക് ഇറ്റ് ക്യാരി എ ഹോൾ സെൻറ്റൻസ് ഇൻ ഇറ്റ്. ഇപ്പോൾ കുട്ടികൾ പാല് വേണമെന്ന് പറയുമ്പോൾ പാല്, പാല്, പാല് എന്ന് മാത്രമാണ് പറയുള്ളൂ. അതൊരു മൊത്ത സെൻറ്റൻസ് ആയിട്ട് എനിക്ക് പാല് വേണം എന്നൊന്നും തുടക്കത്തിൽ സംസാരിച്ച് തുടങ്ങുന്ന സാഹചര്യത്തിൽ അവർ പറയില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടൻറ്റ് ഇറ്റ് മേ മീൻ ദാറ്റ് ദ ചൈൽഡ് വാണ്ട്സ് മിൽക്ക് ഓർ ദാറ്റ് ഷീ ഈസ് ഫുൾ ആൻഡ് ഡസ് നോട്ട് വാണ്ട് എനി മോർ. ചിലപ്പോൾ ആ പാലെന്നുള്ളത് ഇനി വേണം എന്നുള്ള മീനിങ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, ഇത് ഇത്രയും മതി, അല്ലെങ്കിൽ അത്രയും അവൾക്ക് വേണ്ട എന്നുള്ള മീനിങ്ങിലായിരിക്കും അവൾ പറയുന്നത്. പക്ഷേ പാലെന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ കുട്ടികളാകുമ്പോൾ. അതിൻ്റെ മീനിങ്സ് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഫുൾ സെൻറ്റൻസിലോ അവർക്ക് പറയാൻ കഴിയില്ല. അയ്യോ, എവിടെ വായിച്ചെന്ന് മറന്നുപോയി മാം, ഒന്ന് നോക്കട്ടെ കേട്ടോ. നോക്കിക്കോളൂ. Also, one word may be used to name several objects. For example, all four-legged animals may be called by the one word dog. It is gradually she learns the difference and learns to use specific name like cow, goat and horse. ആദ്യം ഇപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ പട്ടീനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പട്ടിയാന്ന് പറയും. പോകുന്ന കണ്ടോ, പട്ടിയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ 4 കാലിൽ പോകുന്നതാണ് അവർ കാണുന്നത്. അത് ഏത് അനിമലാണെന്ന് ചോദിക്കുമ്പോൾ പട്ടി എന്നാണല്ലോ അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവർ പിന്നെയും ഇതേപോലെയുള്ള 4 കാലുകളുള്ള ഏതെങ്കിലും അനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ അവരത് പട്ടിയാണെന്നേ പറയത്തുള്ളൂ. കാരണം അവർ ആദ്യം അങ്ങനെയാണ്, നമ്മൾ ഒരു അനിമലിനെ കണ്ടിട്ട് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. പിന്നെ അവർ വളരുന്നതനുസരിച്ചിട്ടാണ് പട്ടി ഏത്, പശു ഏത്, കുതിര ഏതെന്നൊക്കെ വ്യത്യാസം മനസ്സിലാകുള്ളൂ അവർക്ക്. ആ തുടക്കത്തിൽ അവർക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകില്ല. എല്ലാ 4 കാലുള്ള അനിമൽസും
പട്ടിയാണെന്നാണ് പറയുന്നത്. ഉം. About the 18 months, Anu had a vocabulary of about 50 words. As her second year birthday celebrated, Anu could link two words and make sentence like my doll, my papa pen, mama office, papa office, etc. By the second birthday, a child can create about the 100 words. തുടക്കത്തിൽ 18 months ഉള്ളപ്പോൾ അനു പറഞ്ഞത് അമ്മ ഇപ്പോൾ വരാവേ 18 months ഉള്ളപ്പോൾ അനു പറഞ്ഞത് 50 വേർഡ്സ് ഉള്ള വൊക്കാബുലറിയാണ് അനു യൂസ് ചെയ്തിരുന്നത്. അനുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയപ്പോൾ അനു ഒരു സെൻറ്റൻസ് ആയിട്ട് പറയാൻ ശ്രമിച്ചു. അതായത് എൻ്റെ പാവക്കുട്ടി, എൻ്റെ പെൻ, പപ്പ പെൻ, മമ്മയുടെ ഓഫീസ്, പപ്പയുടെ ഓഫീസ് തുടങ്ങിയ വേർഡ്സൊക്കെ ഒരു സെൻറ്റൻസ് പോലെ പറയാൻ ശ്രമിച്ചു തുടങ്ങി സെക്കൻഡ് ബർത്ത്ഡേ ആയപ്പോൾ. പിന്നെ അതിനുശേഷം ഗ്രാജുവലി അത് ഇൻക്രീസായി 100 വേർഡ്സ് ഒക്കെ ആയിട്ട് പതിയെ ഒരു ഫുൾ സെൻറ്റൻസ് ആയിട്ട് പറയാൻ ശ്രമിച്ചു തുടങ്ങി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ശില്പ പറഞ്ഞത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലേ? ഓക്കെ. അനു എന്ന് പറയുന്ന കുട്ടിയുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഒരാളും കൂടി ഒന്ന് പറയാമോ? ഒരാളും കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? അല്ലെങ്കിൽ ഒരു കാര്യം വായിച്ചിട്ട് എന്താണ് തോന്നിയത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് വിളിച്ചത് നിങ്ങളെ? ആദ്യമായിട്ട് അമ്മ എന്നാണോ ഉമ്മ എന്നാണോ എങ്ങനെയാണ് വിളിച്ചത് നിങ്ങളെ? ആ ഒരു മൊമെന്റ് ഉണ്ടാവില്ല എല്ലാവർക്കും ഓർത്തെടുക്കാനായിട്ട്. ഫസ്റ്റ് ആ കുട്ടി, അതായത് നിങ്ങളുടെ കുഞ്ഞ്, ആദ്യത്തെ കുഞ്ഞ് നിങ്ങളെ എന്താണ് വിളിച്ചത്? ഫസ്റ്റ് തന്നെ എന്താണ് വിളിച്ചത്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു ആ വിളി വന്നപ്പോഴുള്ള? അതൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാനുണ്ടാവില്ലേ? ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ കാര്യങ്ങള്? ആ ടീച്ചറെ ഞാൻ പറയാം. ഓക്കെ. എനിക്ക് പറഞ്ഞ പോലെ മോൻ ആദ്യമായിട്ട് അവന് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഇങ്ങനെ സൗണ്ടുകൾ ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ ഞാൻ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ അവിടെ വേറെ ആരും ഇല്ല, ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും അവനോട് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 6-7 മാസമൊക്കെ ആയപ്പോഴാണ് അവൻ മാ അപ്പൊ ആ ഒരു സൗണ്ട് ആദ്യമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോ ഒരു വല്ലാത്തൊരു, ശരിക്കും ഞാൻ അപ്പൊ കരഞ്ഞു പോയി പെട്ടെന്ന്. അത് കഴിഞ്ഞ് ഏട്ടൻ പുറത്തു പോയേക്കരുത്, ഏട്ടൻ വന്നിട്ട് ഇവര് ഈ സൗണ്ട് ഒന്ന് കേൾപ്പി, പിന്നെ അവൻ മിണ്ടൂല. ഏട്ടൻ വന്നിട്ട് അവൻ മിണ്ടൂല. അവൻ എന്നെ അമ്മാന്ന് വിളിക്കണെന്ന് കേൾപ്പിക്കാനായിട്ട് ഞാൻ ഒരുപാട് രമ്യക്ക് എന്ത് കോൾ എന്തോ വന്നു തോന്നുന്നു കേട്ടോ. ഓക്കെ, രമ്യയിലേക്ക് നമുക്ക് പിന്നെ വരാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? മാം, എനിക്ക് നമ്മുടെ ഈ ഗ്രമാറ്റിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞില്ലേ, അത് എനിക്ക് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ മാം? വാട്ട് ഇസ് മീൻ ബൈ ഗ്രമാറ്റിക്കൽ? നമ്മള് ഫസ്റ്റ് ഇതില് ഇപ്പൊ വായിച്ചതില് ചൈൽഡ്സ് മെച്യൂരിറ്റി പാറ്റേൺ എഴുതിയില് സെക്കൻഡ് ലൈൻ വന്നില്ലേ, ഇൻഫ്ലുവൻസ് ഹിസ് ഗ്രമാറ്റിക്കൽ ബിഹേവിയർ അറ്റ് ഡിഫറെന്റ് ഏജസ്. ഈ ഗ്രമാറ്റിക്കൽ ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഗ്രമാറ്റിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞാല് കുട്ടി, അതായത് ഓരോ കുട്ടികളുടെ മെച്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അതായത് കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, അതുപോലെ തന്നെ കുട്ടികളുടെ, അതായത് കുട്ടിയുടെ പാരന്റ്സിന്റെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ അവരെ പാരന്റ്സ് കുട്ടീനെ സ്വാധീനിക്കുന്ന ഒരു ഘടകങ്ങളുണ്ട്. അതുപോലെ കുട്ടിയുടെ എന്താ പറയാ IQ ലെവല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാംഗ്വേജിനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ കുട്ടിയുടെ ഓരോ സ്റ്റേജിലും, കുട്ടി വളർന്നു വരുന്ന ഓരോ സ്റ്റേജിലും ഈ ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ, അതായത് ഭാഷ പ്രയോഗിക്കുന്നതിനുള്ള കുട്ടിയുടെ കഴിവിനെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഏജില്. ഓക്കെ. ഇപ്പൊ നമുക്ക് പല തരത്തിലുള്ള, അതായത് ഇപ്പൊ നിങ്ങളിൽ തന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ശില്പയുടെ കാര്യം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, പലരുടെയും ആക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഓരോ കുട്ടികളുടെയും
ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള കഴിവ്. ഓക്കെ, ചില ആളുകൾക്ക് നന്നായിട്ട് ഭാഷ പ്രയോഗിക്കാനായിട്ട് കഴിയും. ഓക്കെ, അതിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയിലെ ചുറ്റും, അതായത് അവർ വളർന്നു വന്ന സാഹചര്യം, പിന്നെ അവരുടെ റീഡിങ് ഹാബിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ആളുകൾ, അതായത് ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് എഴുത്തുകാരുണ്ടല്ലോ. ഇപ്പൊ മലയാളം എഴുത്തുകാരുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉണ്ട്, മലയാളം റൈറ്റേഴ്സ്, അങ്ങനെ കുറെ ആളുകളുണ്ട്. അവരുടെയൊക്കെ സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടേഴ്സ്, ന്യൂസ് വായിക്കുന്ന ആളുകളുടെ സംസാര ശൈലി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, അവരൊക്കെ എന്ന് പറഞ്ഞാല് ചെറുപ്പം തുടങ്ങി, അതായത് അതിനു വേണ്ടിയിട്ട് ഇപ്പൊ എഴുത്തുകാരായാലും ഇപ്പൊ ന്യൂസ് വായിക്കുന്ന ആളുകളായാലും ഒക്കെ ചെറുപ്പം തുടങ്ങി അതിനകത്ത് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നവരോ, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, IAS-കാരനായിട്ടുള്ള ഒരു മകൻ ചിലപ്പോ IAS-കാരായിട്ടുള്ള പാരന്റ്സിന്റെ മകനായിരിക്കും എന്നൊക്കെ പറയാറില്ലേ. അതായത് ഒരു ജനറ്റിക്കലി അവിടെ ഇത് വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഭാഷയെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. അതിനകത്ത് നമ്മുടെ എന്താ പറയാ, കുട്ടികളുടെ ഇതാണെങ്കിൽ അവരുടെ ഏജ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ എന്താ പറയാ വ്യാകരണ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി അവർക്ക് ഓരോരോ ചേഞ്ചസ് അല്ലെങ്കിൽ വരാം. ഇപ്പൊ കുട്ടികളുടെ തന്നെ, അതായത് എക്സാം പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില കുട്ടികളുടെ മലയാളം എക്സാം പേപ്പറിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ, കൂടുതലും എനിക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. മലയാളത്തിന്റെ ഇപ്പോ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഏറ്റവും കുറവ് പിന്നോക്കം നിൽക്കുന്നത് എപ്പോഴും ലാംഗ്വേജ് മലയാളം തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച്. അപ്പൊ അവരുടെ മലയാളം എക്സാം പേപ്പറിൽ ഇപ്പോ മലയാളം ഫസ്റ്റോ ഇപ്പൊ 2 തരത്തിലുണ്ടല്ലോ, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, അങ്ങനെ 2 തരത്തിലുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ അവർ എഴുതിയിരിക്കുന്ന ആൻസർ പേപ്പറുകളിൽ ഒന്ന് എല്ലാവരുടെയും ആൻസർ പേപ്പർ ഒന്ന് ആ നോക്കുന്ന ടീച്ചർ മൊത്തം എന്താണെന്ന് നോക്കി കഴിയുമ്പോൾ ആ ടീച്ചർക്ക് മനസ്സിലാവും അതിനകത്ത് ഏറ്റവും നന്നായിട്ട് ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്ന കുട്ടി ഏതാണെന്ന്. ഓക്കെ, നന്നായിട്ട് അറിയാൻ പറ്റും. ആ കുട്ടിക്ക് ഒരു പ്രത്യേക പരിഗണനയും ആ ടീച്ചർ കൊടുക്കും. ഓക്കെ, കാരണം അങ്ങനെയുള്ള കുട്ടികളെ കൂടുതലും അവര് എന്താ പറയാ, ഇപ്പൊ ഉപന്യാസം എഴുതിക്കാനോ അല്ലെങ്കിൽ പ്രസംഗത്തിനോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളുകളിലേക്ക് മറ്റുള്ള കോമ്പറ്റീഷനിലേക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അയക്കാറുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഇതുമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് ഞാൻ പഠിച്ചത് ഒരു വുമൻസ് കോളേജിലാണ്. ഓക്കെ, അപ്പോ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത്, അതായത് എന്റെ അടുത്തുള്ള കൂട്ടുകാരി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം, അവള് ബ്രാഹ്മണാണ്. ഓക്കെ, അപ്പോ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ചെറുപ്പം തുടങ്ങി തന്നെ സംസ്കൃതം കൂടുതലായിട്ട് എന്താ പറയാ അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടിയാണ്. കൂടാതെ രാമായണം, മഹാഭാരതം, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചെറുപ്പത്തിലെ തുടങ്ങി പഠിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് വരുമ്പോൾ മറ്റു കുട്ടികളുടെ എക്സാം പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ ആളുടെ, അതായത് എന്റെ ഫ്രണ്ടിന്റെ എക്സാം പേപ്പർ കാണുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതം തോന്നേ. ഓക്കെ, അതായത് ആ ഒരു ഫസ്റ്റ് ടൈം, അതായത് ഞങ്ങൾക്ക് എക്സാം നടത്തി, നമ്മുടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ എക്സാം നടത്തി, എല്ലാവർക്കും എന്താ പറയാ പേപ്പറുകൾ തരികയാണ്. പേപ്പർ തന്നപ്പോ ആവറേജ്, ഇപ്പൊ സാധാരണ ക്ലാസ്സുകളിൽ സംഭവിക്കുന്ന പോലെ തന്നെ കുറച്ചു പേർക്ക് നല്ല മാർക്ക്, കുറച്ചു പേർക്ക് ആവറേജ്, കുറച്ചു പേർക്ക് ഒന്നുമില്ല, അങ്ങനെയുള്ള രീതിയാണല്ലോ എല്ലായിടത്തും ഉള്ളത്. അപ്പോ എല്ലാവർക്കും മാർക്ക് ഉണ്ട്. അതായത് ഞങ്ങളുടെ ആ ബെഞ്ചിൽ ഇരിക്കുന്ന 4-5 പേർക്ക് എന്ത് ഉണ്ട്, അതായത് നല്ല മാർക്ക് ഉണ്ട്. പക്ഷെ ഇവളുടെ പേപ്പറില് ആ ടീച്ചർ വെരി ഗുഡ് എന്ന് എഴുതിയിട്ട് ഒരു സ്റ്റാറും, അതുപോലെ തന്നെ കുട്ടിയെ, അതായത് ഇവളെ അടുത്ത് വിളിച്ചു വരുത്തിയിട്ട് ഭയങ്കരമായിട്ട് പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊന്ന് നോക്കി, ഇതെന്താണ് ഇവളുടെ പ്രത്യേകത. എല്ലാവർക്കും, അതായത് ഇവളുടെ മാർക്ക് തന്നെയാണ് എനിക്കുള്ളത്, പക്ഷെ എനിക്ക് കിട്ടാത്തത് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഇതുണ്ടാവില്ലേ, നിങ്ങൾക്ക് അതിലുണ്ടാവില്ലേ, ഉണ്ടാവോ? ഉണ്ടാവും, പ്രതികരിക്കുന്നില്ല, പറയുന്നില്ലേ? 2 പേർക്ക് 9 മാർക്കാണ്, പക്ഷെ ഒരാളുടെ പേപ്പറിൽ വെരി ഗുഡ്, അതുപോലെ തന്നെ അയാളെ പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതെന്താണ് കാരണം എന്നുള്ളൊരു ചിന്തിക്കണം, എന്തായിരിക്കും. അപ്പൊ ഞാൻ അന്ന് അവളുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിരുന്നില്ല, കാരണം ഫസ്റ്റ് ഇയർ അല്ലേ. പിന്നെയാണ് ഇപ്പോഴും ആ ബന്ധം ഉണ്ടിട്ട്, ഇപ്പോഴും അവളുമായിട്ട് മാത്രമാണ് എനിക്ക് കോണ്ടാക്ട് ഉള്ളത്, ഒരേ ഒരു വ്യക്തി അവള് മാത്രമായിട്ട്. ഓക്കെ, പുള്ളിക്കാരി ഹൈസ്കൂൾ ടീച്ചറാണ് പാലക്കാട്. അപ്പോ ഞാനൊന്ന്
നോക്കി ഒന്ന് പേപ്പർ ഒന്ന് തരാമോ? അപ്പൊ അധികമായിട്ട് അടുത്തിട്ടില്ല, അടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആയിട്ടില്ല. ഒന്ന് പേപ്പർ ഒന്ന് നോക്കട്ടെ. അപ്പൊ അവള് സാധാരണ യൂഷ്വലി അവള് പഞ്ച് പാവ, അവളെങ്കിൽ പേപ്പർ വന്നു. പേപ്പർ കണ്ടപ്പോ തന്നെ ഞാൻ ഞെട്ടി താഴെ വീണുപോയി, സത്യമായിട്ടും. അതെ, പേപ്പറിൽ എന്താണ്, ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ പേപ്പർ കാണുമ്പോ ഒരു എന്താ പറയാ, ഒരു കവി എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കഥാകാരനായിട്ട് എഴുതുന്നത് പോലെ, ഒരു സംസ്കൃത പണ്ഡിതൻ എഴുതുന്നത് പോലെയാണ് ആ പേപ്പർ എഴുതി വെച്ചിരിക്കുന്നത്. കോട്ടിങ്സും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ പേപ്പർ അവള് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവൾക്ക് 100-ല് എന്താ പറയാ, 50-ൽ 50 അല്ല, 50-ൽ 100 ശരിക്കും കിട്ടേണ്ടത്. അത്രയും നല്ല രീതിയിലാണ് ആ ഒരു സംഭവം അവൾ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഇടയിൽ ഒരു ഇതുണ്ടായിരുന്നു. അതായത് വുമൻസ് കോളേജ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇവര് അതായത് ഇപ്പൊ ഓരോ നോവലുകളും കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ഇങ്ങനെ വായിക്കും. ഇപ്പൊ കേശവദേവിന്റെ കോടയിൽ നിന്ന്, അതുപോലെ തന്നെ മറ്റുള്ള കുറെ കാവ്യങ്ങളൊക്കെ ഓരോ ദിവസം ഇങ്ങനെ റീഡ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങള് എഴുതാനായിട്ട് പറയും കുട്ടികൾ. അതായത് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിപ്പിക്കുന്നത്. ഇങ്ങനെ എഴുതിപ്പിക്കുമ്പോൾ ഫസ്റ്റ്, അതായത് നന്നായിട്ട് അത് എഴുതുന്ന ആൾക്ക് അവിടെയുള്ള ടീച്ചർ ലില്ലിന്നാണ്, രണ്ട് മൂന്ന് ടീച്ചേഴ്സ് കേട്ടോ. സജന ചെയ്യോ? സജന മ്യൂട്ട് ചെയ്യട്ടോ. മ്യൂട്ട് ആക്കോട്ടോ ഒന്ന്. ഓക്കെ, അപ്പോ 2-3 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ, അതായത് ലില്ലി എന്ന് പറയുന്ന ടീച്ചർ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വായിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഞങ്ങളോട് എന്തെങ്കിലും എഴുതാനായിട്ട് പറയും. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങള് എഴുതാനായിട്ട് പറയും. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ആളുകൾക്ക് 2 മഞ്ച് കൊടുക്കും, 2 മിഠായി കൊടുക്കും. ഓക്കെ, അതായത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതായത് അടുത്ത ദിവസം ആരാണ് ആ മിഠായി മേടിക്കുന്നതെന്ന് ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്നും മിഠായി മേടിക്കുന്നത് ആരായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ, ആരായിരിക്കും എന്നും മിഠായി മേടിക്കുന്നത്? 2 മഞ്ച് എന്നും മേടിക്കും. ആരായിരിക്കും? മാമിന്റെ ഫ്രണ്ട് തന്നെ, മാമിന്റെ കൂട്ടുകാരി. കേട്ടോ, എന്നും മിഠായി മേടിക്കും. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത വിളിക്കുക? അപ്പൊ ഞാനും എന്താ പറയാ, ഞാൻ അന്നും അധികം ഒന്നും റീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. റീഡ് ചെയ്യും, പക്ഷെ ഈ മലയാളം പോലുള്ള കാര്യങ്ങളൊന്നും അധികം റീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ലൈബ്രറിയിൽ, ഇവളെന്നും ഉച്ച കഴിഞ്ഞ് ലൈബ്രറിയിലേക്ക് ഒരു പോക്കുണ്ട്. അവിടെ നിന്ന് കുറെ നേരം ഇരുന്ന് വായിക്കും. അപ്പൊ ഞാനും ഇവളുടെ കൂടെ പോയി, ഞാനും വരുന്നുണ്ട് ലൈബ്രറിയിലേക്കെന്നും പറഞ്ഞു. അങ്ങനെ അവൾ എടുക്കുന്ന ബുക്കുകളൊക്കെ ഞാനും വായിക്കാനായിട്ടൊക്കെ തുടങ്ങി. ഓക്കെ, പക്ഷെ വായിച്ച് ഒരു ലെവലായെങ്കിലും അവളുടെ കൂടെ എത്താനായിട്ട് ഇപ്പോഴും പറ്റിയിട്ടില്ല, എപ്പോഴും. കാരണം അവള് വളർന്നു വന്ന സാഹചര്യം വേറെയാണ്, അവൾ ഉപയോഗിക്കുന്ന ഭാഷ വേറെയാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നേ, കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒരാളിൽ നിന്ന് മറ്റൊരാളെ നമുക്ക് വ്യത്യസ്തനാക്കാനായിട്ട് പറ്റും. അതിന് ചില ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞാണ് കേട്ടോ. ആരായിരുന്നു എന്നോട് നേരത്തെ ചോദിച്ചത് ഗ്രാമാറ്റിക്കലി ബിഹേവിയർ? നമിതയായിരുന്നോ? ഒരാള് ചോദിച്ചല്ലോ. അല്ല മാം, ഞാൻ സിജിയാ ചോദിച്ചേ മാം. ഓക്കെ, മനസ്സിലായോ ഇപ്പൊ എന്താണെന്ന്? ക്ലിയർ ആയി. മനസ്സിലായല്ലേ? ക്ലിയർ ആയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. മാം ഒരു കാര്യം പറയട്ടെ, ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളും മാം പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഏകദേശം എങ്ങനെയായിരിക്കും? ഈ എൻട്രൻസ് എക്സാമിന് കൂടുതലായിട്ട് അവർക്ക് മാർക്ക് കിട്ടുക ഇംഗ്ലീഷ് മീഡിയത്തിൽ പ്രസന്റേഷനിലൊക്കെ പഠിച്ച് നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് എന്തായാലും കിട്ടും. സാധാ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളെ എത്ര കടന്ന് മരിച്ച് എക്സാം എഴുതിയാലും അവരെ അടുത്തേക്ക് എത്തൂല. അത് മോള് ഇപ്പൊ എൻട്രൻസ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവള് 5 ക്വസ്റ്റ്യന് ഇങ്ങനെ ഇംഗ്ലീഷ് അല്ലേ ഫുള്ള്, അപ്പൊ എഴുതുമ്പോക്ക് അവര് 20 എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും ഇത്രേ. അവള് അവരെ ഒപ്പം നമ്മൾ എന്തായാലും എത്തൂലെന്ന്, എത്ര പഠിച്ചാലും. അപ്പൊ അവര് LKG മുതലേ നല്ല സ്കൂളിൽ പഠിച്ചിട്ട് അന്ന് മുതല് നല്ല മെമ്മറി ഇല്ല ആൾക്കാരാണ്. അവരെ കൂടെ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എത്തൂല എന്ന് പറയാം. മാം പറഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോ എനിക്ക് അങ്ങനെ അവള് പറഞ്ഞതും നോക്കിയപ്പോ കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. ശരിയാണ്. ഞാനത് നമ്മുടെ വേറൊരു ബാച്ചിൽ ഞാൻ കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ എടുക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷും മലയാളം തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോ എത്ര തന്നെ, അതായത് നമ്മുടെ
ഇപ്പൊ ഏതോ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മലയാള ഇൻഡസ്ട്രിയില് ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തി ആരാണ്? ഒരു കാലത്ത് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഓക്കെ അങ്ങനെയുള്ള കവികളുടെ ആർക്കും എന്താ പറയാ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. പക്ഷെ അവര് എന്താ പറയാ അതായത് അവര് ട്യൂൺ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആ ഒരു മലയാളം ഉപയോഗിച്ച് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോഴുള്ള ഒരു ചെറിയ എന്താ പറയാ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ, അങ്ങനെയുള്ള, അതായത് മലയാളികളുടെ ഇംഗ്ലീഷ് എവിടെ നിന്ന് ഏത് രാജ്യത്ത് നിന്ന് ചെന്നാലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക ഇതിലാണ് അവർ സംസാരിക്കുക. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷിനെ കൂടുതലായിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്നറിയില്ല, ഹിന്ദു പേപ്പർ വായിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഹിന്ദു നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഹിന്ദു പേപ്പർ വായിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇംഗ്ലീഷ്. ശശി തരൂർ എന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ ഇംഗ്ലീഷ് നല്ലതല്ലേ? അയാളുടെ ലാംഗ്വേജ് കേട്ടിട്ടില്ലേ? നല്ലതല്ലേ? സൂപ്പർ അല്ലേ? സൂപ്പർ ആയിട്ട് സംസാരിക്കും അല്ലെ അദ്ദേഹം? ബുക്കുകളൊക്കെ റിട്ടേൺ ചെയ്യുന്ന ആളാണോ? അതായത് ബുക്കുകളൊക്കെ എഴുതുന്ന ആളാണ്. അത്രയും നന്നായിട്ട് ഇംഗ്ലീഷും ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ നന്നായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് പറ്റും അദ്ദേഹത്തിന്. സാറിന്റെ യൂട്യൂബില് കുറെ വീഡിയോസ് എടുക്കുന്നുണ്ട്, അതെടുത്ത് കണ്ടാ മതി. അതെടുത്ത് കണ്ടാൽ മതി അല്ലെ? ശശി തരൂറിന്റെ സാറിന്റെ വീഡിയോസ് കുറെ കിടപ്പുണ്ടെന്നാണ് സുജാത പറയുന്നത്. അതൊക്കെ എടുത്ത് നേരത്തെ ശരിനി എന്താ പേരന്റ് പറഞ്ഞത്, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം അങ്ങനെ ഡിഫറൻസ് കണക്കാക്കണ്ട. നമ്മൾ കുട്ടികളെ ചെറുപ്പം തൊട്ട് പഠനത്തിനോടൊപ്പം മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഷയും നമുക്ക് സ്വായത്തമായിട്ട്. ഇപ്പൊ ഞാൻ 4ാം ക്ലാസ് വരെ ഞാൻ മലയാളം പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ അസലായിട്ട് മലയാളം, എനിക്കത് ഞാൻ അഭിമാനത്തോടു കൂടിയാ പറയണേ, ഞാൻ നല്ല അസലായിട്ട് മലയാളം എഴുതും. സ്കൂളില് പാരന്റ്സ് മീറ്റിംഗ് വരുമ്പോൾ മിനിറ്റ്സ് എഴുതുന്നത് ഞാനാണ്, മലയാളത്തിലാണ് മിനിറ്റ്സ് എഴുതുന്നത്. ഞാൻ മലയാളം 4 വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് ഇപ്പോഴല്ല, ഞാൻ TTCക്ക് കയറുന്നതിന് മുമ്പേ മാഡം എന്നോട് പറഞ്ഞു അവിടെ മലയാളം ടീച്ചറായിട്ട് കയറാൻ. കാരണം അത് നമ്മൾ വായനയിലൂടെ സാധിച്ചെടുത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് പറ്റായിട്ടൊന്നുമില്ല. നമുക്ക് വായനയിലൂടെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ മലയാളികളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു ഇംഗ്ലീഷ് എന്തെങ്കിലും സംസാരിച്ചാൽ അതിൽ തെറ്റ് കണ്ടുപിടിക്കാനേ ശ്രമിക്കുള്ളൂ, അത് പ്രോത്സാഹിപ്പിക്കാൻ ആരും ശ്രമിക്കില്ല. അതാണ് നമ്മുടെ ഒരു കുഴപ്പം. ശരിയാണ്, വളരെ ശരിയാണ് കേട്ടോ പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തെറ്റ് ആദ്യമാണ് കണ്ടുപിടിക്കുക, ശരിയെ പ്രൊമോട്ട് ചെയ്യില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ മാം, അതേപോലെ മാം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ പതുക്കെ സംസാരിച്ചാൽ മതി. നമ്മൾ എങ്ങോട്ട് വണ്ടി വിളിച്ച് പോകണ്ടല്ലോ, നമുക്ക് പതുക്കെ സംസാരിച്ച് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അറിഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ സ്പീഡിൽ സംസാരിച്ചാലാണ് അത് രസം എന്നൊന്നുമില്ല. നമുക്ക് പതുക്കെ പറ്റാവുന്ന രീതിയിൽ പതുക്കെ പറഞ്ഞാലും നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. അതേപോലെ ചിലവര് സംസാരിക്കുമ്പം പാട്ടായിട്ട് പാടും. മലയാളം അറിയുന്നവര് ഇങ്ങനെ പാട്ട് പാടുന്ന പോലെ ആയിരിക്കും. അപ്പൊ പരമാവധി നമ്മൾ അങ്ങനെ ആ ഈണങ്ങൾ കൊടുക്കാതെ ജസ്റ്റ് വേർഡ്സ് മാത്രം സ്പീക്ക് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ക്ലാരിറ്റി കിട്ടും നമ്മൾ പറയുന്ന ഇംഗ്ലീഷിന്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രം എല്ലാ ഭാഷകളും നമ്മൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല, പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഏത് സ്ഥലത്തോട്ടാണോ ട്രാവൽ ചെയ്യുന്നത് അവരുടെ ലാംഗ്വേജ് കുറച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഒരാവശ്യമാണ്. അതായത് ഇപ്പോ നമുക്ക് കൂടുതലായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ലാംഗ്വേജ്, മലയാളത്തിന് പുറമെ ഇഷ്ടമുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ്. കാരണം ചെറുപ്പം മുതലേ നമ്മൾ തമിഴ് സിനിമകൾ കാണാറുണ്ട്, സീരിയൽസ് കാണാറുണ്ട്, അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവുമല്ലോ ഈ കൂട്ടത്തില്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു തമിഴ് സിനിമ, ഒരു വിജയിന്റെ സിനിമ നമ്മൾ കണ്ടു, ആ ഫുൾ കണ്ടന്റ് നമുക്ക് മനസ്സിലാവും അല്ലെ? കാരണം എന്താ, നമ്മൾ ചെറുപ്പം തുടങ്ങിയേ അതുമായിട്ട് യൂസ്ഡ് ആണ് അല്ലെ? കാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിപ്പോ വേറെ സ്ഥലത്ത് പോയെന്ന് വിചാരിക്കുക. എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, വേറെ ബാച്ചുകാരോടാണ് പറഞ്ഞത്. അതായത് ഞാൻ മംഗലാപുരത്ത് പോയപ്പോ ഞാൻ ഇങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ മാംഗ്ലൂര് പോയപ്പോ ഞാൻ നേരിട്ട്, അതായത് അവിടുത്തെ ബോർഡർ ഉണ്ടല്ലോ, അതായത് മഞ്ചേശ്വരം ബോർഡർ ചെയ്യുന്ന കർണാടക KSRTCയിലാണ് കയറിയത്. കേരള അതിലല്ല കയറിയത്, കർണാടകരുടെ KSRTC ബസ്സിലാണ് കയറിയത്. അപ്പൊ ഞാൻ അവിടെ കയറിയിട്ട് ഞാൻ ആ കണ്ടക്ടറോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഇന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് എന്ന് ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ആ സ്റ്റോപ്പ് എത്തുമ്പോൾ എന്നോടൊന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളവും അറിയില്ല. പറഞ്ഞു ഇംഗ്ലീഷ് അറിയില്ല,
മലയാളവും അറിയില്ല. ഓക്കെ, അപ്പോ ആള് ഏത് ലാംഗ്വേജാ ഉപയോഗിക്കുക? ആളുടെ തന്നെ ഭാഷ എന്നോട് പറഞ്ഞു. കന്നഡത്തിലാണ് എന്നോട് പറയുന്നത്. അപ്പൊ കന്നഡ എനിക്ക് മനസ്സിലാവോ? മനസ്സിലാവോ? കന്നഡ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കന്നഡ ഭാഷ കേട്ടിട്ടുണ്ടോ? തമിഴിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ് അല്ലേ? അതായത് നമുക്ക് പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് അത് നമുക്ക് മനസ്സിലാവില്ല. മാം ദ്രാവിഡൻ ലാംഗ്വേജ് ആണ്, പക്ഷെ നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മാം. തമിഴ് പോലെ മനസ്സിലാവില്ല, എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. തമിഴ് പോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാനായിട്ട്. ഓക്കെ, കന്നഡ കൊത്തില്ല ഇവിടെ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ കന്നഡ ಗೊತ್ತಿಲ್ಲ. സ്പീഡിലാണ് പറയുന്നത് കേട്ടോ, സ്പീഡിലാണ് കന്നഡ പറയുന്നത്. അപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതെന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിൽ വന്നപ്പോ 2 ചേച്ചിമാര് എന്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് മലയാളവും അറിയാം, കന്നഡയും അറിയാം, എന്റെ ഭാഷയും അറിയാം. ഈ കാസർഗോഡ് ആ ഒരു പ്രദേശത്തുള്ള മലയാളം എന്ന് പറയുന്നത് വേറെ ലാംഗ്വേജ് ആണ്. മാംഗ്ലൂരൊക്കെ ഏരിയ ബാരി ലാംഗ്വേജ് എന്നാ പറയാ, അതാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോ പക്ഷെ ആ ചേച്ചിമാർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. അവരെന്നോട് ചോദിക്കുകയാണ് എവിടുത്തെ കാര്യമാണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു, എവിടെ നിന്ന് വരുന്നതാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് വരുന്നതാണ്, എനിക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് പോവേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചേച്ചിമാർ എന്ത് ചെയ്തു? അവര് ആ കണ്ടക്ടറിന് പറഞ്ഞു കൊടുത്തു, ഈ കുട്ടിക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടത്, സ്ഥലമാകുമ്പോ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു. കന്നഡത്തിൽ അയാളോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാള് ആ സ്ഥലമായപ്പോ എന്നെ അവിടെ ഇറക്കി. അപ്പൊ ഇതാണ്, അതായത് നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് നന്നായിട്ട് അറിയാമെങ്കിലും മറ്റ് ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ലാംഗ്വേജ് കുറച്ചെങ്കിലും അറിയുന്നത് നമുക്ക് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി എന്ന് വിചാരിക്കുക. നമുക്ക് അവർ ഇംഗ്ലീഷ് അറിയാം, ചിലപ്പോ എന്താ പറയാ ഹിന്ദിക്കാര് ഭായിമാരൊക്കെയുള്ള കൂടുതൽ ഉണ്ടാവുക. അവർക്ക് നമ്മൾ പറയുന്ന, അതായത് അവർക്ക് ഇംഗ്ലീഷും അറിയൂല, അതുപോലെ തന്നെ നമ്മുടെ ഭാഷയും അറിയില്ല. ഓക്കെ, ഹിന്ദിയും അവിടുത്തെ പ്രാദേശിക ഭാഷയുമാണ് അറിയുന്നതെങ്കിൽ നമുക്കിത് രണ്ടും അറിയില്ല. അതായത് ഹിന്ദിയും അറിയില്ല, അവിടുത്തെ ഭാഷ അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയില്ലേ. അപ്പോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിന് മീഡിയമായി നിൽക്കുന്നത് ലാംഗ്വേജ് ആണ്. അപ്പൊ അത്യാവശ്യ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത്, ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു സ്ഥലം ആയിട്ട് പരിചയമുള്ള ആളുകളെ നമ്മൾ കൂടെ കൂട്ടുക, എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മള് വിട്ടുപോകും. ഓക്കെ മാം, ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ, ഞങ്ങള് ഇതുപോലെ 4 മക്കളാണ്. അപ്പൊ ഞങ്ങൾ ചെറുപ്പം മുതലേ മലയാളം സിനിമ കാണുന്ന പോലെ തന്നെ തമിഴ്, ഹിന്ദി ഇത് സ്ഥിരമായിട്ട് കാണുമായിരുന്നു. അപ്പൊ ഞങ്ങൾ 4 പേർക്കും തമിഴ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നില്ലല്ലോ, പക്ഷെ ഹിന്ദിക്ക് ഫുൾ മാർക്കായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, നിനക്കിതെങ്ങനെ ഹിന്ദി? നമ്മളൊക്കെ 4ാം ക്ലാസ്സിലൊക്കെ വെച്ചാണല്ലോ ഹിന്ദി പഠിച്ചു തുടങ്ങണത് തന്നെ. പണ്ടൊന്നും ആ ചെറുപ്പത്തിലൊന്നും പഠിപ്പിക്കൂലല്ലോ, പക്ഷെ അപ്പം മുതൽ ഞങ്ങൾക്ക് ഫുൾ മാർക്കായിരിക്കും. അപ്പൊ ഇവർക്ക് കൂടുതലുള്ളവർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും, ഇതെങ്ങനെ ഹിന്ദി പഠിക്കണേന്നും ചോദിച്ചിട്ട്. ഇപ്പൊ ഈ അടുത്ത് ഞങ്ങ അജ്മീർ പോകാൻ വേണ്ടിയിട്ട് ഡൽഹി, ആഗ്ര, ജയ്പൂർ കുറെ സ്ഥലങ്ങളിൽ ട്രെയിനിൽ പോയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഫാമിലി എല്ലാവരും ഉണ്ടായി, പിന്നെ ഞാൻ ചേച്ചീനെ കൂടെ കൊണ്ടുപോയായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്ലുവന്റ് ആയിട്ട് അവിടെയൊക്കെ ചെന്നിട്ട് ട്രെയിനിലും അവിടെ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കും. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരൊക്കെ ചോദിക്കും, ഇതെങ്ങനെ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവര്. അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് എളുപ്പമായിരുന്നു, ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ചു പോകാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഹോട്ടലിൽ കയറിയാലും സംസാരിക്കാനും ഒക്കെ നല്ല സുഖമായിരുന്നു. അപ്പൊ പക്ഷെ അതിന്റെ ഇടയിൽ ഒരു പണിയും കിട്ടി. ട്രെയിനിൽ കയറി ഇതുപോലെ ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മ സീറ്റ് ബെഡ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ ചിലവര് വന്നിട്ടും നമ്മുടെ ഇത് സംസാരിക്കും. അപ്പൊ പ്രായമുള്ളവരാണ്, കുറച്ചേരം ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവർക്കൊന്നും മനസ്സിലാവൂല. അപ്പൊ ഞാനും ചേച്ചി ഇരുന്ന് വർത്താനം പറഞ്ഞു വെച്ചു. അപ്പൊ അവരുടെ സങ്കടം കേട്ടിട്ട് അന്നാ ഞങ്ങൾ പറഞ്ഞു, അന്നാ ഇവിടെ ഇരുന്നോ, കുറച്ചേരം ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ചേരം കഴിഞ്ഞപ്പോ അവരുടെ വിധം മാറി. പിന്നെ എണ്ണിപ്പറക്കാൻ തുടങ്ങി, അവിടെ വേദന എടുക്കണം, ഇവിടെ ഇത്തിരി നേരം കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടായി. അപ്പൊ രാത്രിയാണ് 10-12 മണിയായി. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും കിടക്കാൻ വയ്യ. അവരും അവരുടെ ഹസ്ബൻഡിനെയും പിടിച്ച് ഞങ്ങളുടെ സീറ്റിലൊക്കെ കയറി കിടക്കുകയാണ് അവർ വീട്ടുകാരൊക്കെ കൂടി. അവസാനം പിന്നെ വേറെ ആൾക്കാർ നീട്ട് ഒച്ചപ്പാടും വേളം ഉണ്ടാക്കിയിട്ടാണ് അവരെ മാറ്റിച്ചത്. അപ്പൊ ഇനി അധികം ഹിന്ദി സംസാരിക്കണ്ട, ആരോടും മിണ്ടാതിരിക്കണേന് നല്ലതെന്നും പറഞ്ഞിട്ട് പിന്നെ വഴക്ക് പറയായിരുന്നു ഞങ്ങൾ, ഇനി മിണ്ടരുതെന്നും പറഞ്ഞു. ഓക്കെ, പലരുടെയും പല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ലാംഗ്വേജ്
നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പല ബെനിഫിറ്റുകളാണുള്ളത്. നിങ്ങളൊന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ലാംഗ്വേജ് അത്യാവശ്യം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും? എന്തൊക്കെ പറ്റും ലാംഗ്വേജ് കയ്യിലുണ്ടെങ്കിൽ? നല്ലപോലെ സംസാരിക്കാൻ സാധിക്കും, കമ്മ്യൂണിക്കേഷൻ എളുപ്പമായിരിക്കും, സംസാരിക്കാൻ പറ്റും, ടോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എവിടെ വേണേലും പോകാം, എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം. അതാണ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്. എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം, ആരുടെയും സഹായം വേണ്ട, അല്ലേ? ഓക്കെ, കുറച്ച് പൈസയും നമ്മളും ബാഗും മാത്രം മതി, ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോവാം. പിന്നെ അടുത്തത് എന്താ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതാകും മാം. എന്താ മോളെ കേൾക്കുന്നില്ല? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ലേ, ഇപ്പൊ കഥ കവിത തുടങ്ങിയതില്ലേ. ഇപ്പോ ഞാൻ 10th പഠിക്കുന്ന ടൈമില് മലയാളം വലിയ കുഴപ്പമില്ലാണ്ട് എഴുതുമായിരുന്നു. അപ്പൊ എന്റെ മിസ് പറയുമായിരുന്നു കവിത എഴുതിക്കൊണ്ടുവരാൻ വേണ്ടിട്ട്. ഒരു മിനിറ്റ്, ഒരു എന്താ പറയാ, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ശില്പ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, ശില്പ പറഞ്ഞോളൂ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ല മാം. ഇപ്പോ നല്ല മലയാളം ഇതാണെങ്കിൽ കവിത, കഥ തുടങ്ങിയ ഇതൊക്കെ എഴുതാൻ പറ്റും. ലാംഗ്വേജ് നല്ല അടിപൊളിയായിട്ട് ഇതാണെങ്കിൽ. ഞാൻ 10th പഠിക്കുമ്പോൾ എനിക്ക് മലയാളത്തിന് വലിയ കുഴപ്പമില്ലാണ്ട് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ മാം ഒരു ദിവസം പറഞ്ഞു കവിത എഴുതിക്കൊണ്ട് വാ, കവിതാ പാരായണത്തിന് ഒരു കൊച്ചുണ്ട്, കവിത എഴുതിക്കൊണ്ട് വരുമോ എന്ന് ചോദിച്ചോണ്ട് ഒരു സബ്ജക്ട് തന്നു. എന്നിട്ട് എനിക്ക് തോന്നിയത് എന്തോ കവിതയായിട്ടൊന്നും അല്ല, ഞാൻ ജസ്റ്റ് എഴുതി കൊണ്ടുപോയി കൊടുത്തിട്ട് മാം അത് കറക്റ്റ് ചെയ്തിട്ട് കവിതാ പാരായണത്തിന് ആ കുട്ടിയുടെ കൊടുത്തു. നെക്സ്റ്റ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്നുവെച്ചാല് ഞാനൊരു ന്യൂസ് കണ്ടതായിരുന്നേ. 2 കുട്ടികൾ 4ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ കുഞ്ഞിലേ തൊട്ട് ഒരു കാർട്ടൂൺ കാണുന്നത് ഇംഗ്ലീഷിലാണ് കാണുന്നത്. അപ്പം കുട്ടികൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ആ സ്കൂളുകാരറിഞ്ഞിട്ട് ആ കുട്ടികളെ തന്നെ അവരുടെ കൂട്ടുകാരെയും വേറെ ക്ലാസ്സുകാരെയും ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് നിർത്തി, ചുമതലപ്പെടുത്തിയതായിട്ട് ഒരു ന്യൂസ് കണ്ടായിരുന്നു. അപ്പം ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ കുട്ടികൾക്കാണെങ്കിലും ഇപ്പൊ നമ്മൾ കാണുന്ന ഏതൊരു പ്രോഗ്രാം കണ്ടാലും അത് പ്രത്യേകിച്ച് കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ ലാംഗ്വേജ് ഒക്കെ ബൈഹാർട്ട് ചെയ്യുന്ന പ്രായമാണല്ലോ. അപ്പൊ കുഞ്ഞിലേ തൊട്ട് നമ്മുടെ മലയാളം അല്ലാതെ മറ്റേത് ലാംഗ്വേജും അവർക്കത് കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, നല്ലൊരു ഐഡിയ ആണ്. അതായത് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കണമെങ്കിൽ കൂടുതലായിട്ട് ഇപ്പൊ ഇംഗ്ലീഷ് ന്യൂസുകൾ കാണുക, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് ഒക്കെ റീഡ് ചെയ്യുക, ഇംഗ്ലീഷ് സംസാരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഡെയിലി എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് എന്ത് ചെയ്യും, ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ, ലാംഗ്വേജ്. ഓക്കെ മാം, ഒരു കാര്യം പറഞ്ഞോട്ടെ? മാം, ഇന്നാളൊരു ന്യൂസ് ഇതുപോലെ ഞാൻ കേട്ടിരുന്നു. ഒരു കുഞ്ഞു കുട്ടി, അവൻ ചെറുപ്പത്തിലെ ഒന്നും സംസാരിക്കില്ല, പക്ഷെ 4 വയസ്സായപ്പോൾ സംസാരിക്കുന്ന മുഴുവനും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. കുട്ടി ആനിമൽ പ്ലാനറ്റ് കാണുമായിരുന്നു, ഫുൾ ഇംഗ്ലീഷാണ്. അപ്പനാണെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ആള് 4 or 5ാം ക്ലാസ് എന്തോ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ കുട്ടിയായിട്ട് സംസാരിക്കാനായിട്ട് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുവാണ്. ഇപ്പം കൊച്ചായിട്ട് സംസാരിക്കാനാണെന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല, മീൻസ് അല്ല, എനിക്ക് ലാംഗ്വേജ് അത്ര വശമില്ല. എന്നാലും ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഫിലിപ്പീൻസ് ആയിരുന്നു. ഫിലിപ്പീൻസും പിന്നെ അതുപോലെ ഈ പാകിസ്ഥാനികളും. ഫിലിപ്പീൻസിന് ഈ അവരുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ട ഇംഗ്ലീഷാണ്. പൊട്ട ഇംഗ്ലീഷ് മീൻസ് അങ്ങനെ അധികം ഗ്രാമർ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉറുദു പറയുന്ന ഹിന്ദിക്കാരുണ്ട്, പാകിസ്ഥാനികള്. അവരെ പ്രോപ്പർ ഹിന്ദിയും അല്ല അവരുടെ, കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ ഹിന്ദിയില്. അപ്പം പിന്നെ ഞാനാണ് ഉള്ളത് കേട്ടോ അവിടെ. അപ്പൊ എനിക്ക് ഇംഗ്ലീഷും തട്ടിമുട്ടി 4 കാലിൽ വീഴും. അങ്ങനെ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ് അവർ പറഞ്ഞ് കളിയാക്കും നമ്മളെ. രാഷ്ട്രഭാഷയായിട്ട് അറിയില്ല എന്ന്. പിന്നെ ഒരു നേപ്പാളിയാണ് ഉള്ളത്. അപ്പോൾ എനിക്കിതൊക്കെ അറിയാം, പക്ഷെ എനിക്കൊന്നും ശരിക്കും പറയാൻ അറിയില്ല. എന്നാലും ഈ ഫിലിപ്പീൻസിന് ഈ ഉറുദു പാകിസ്ഥാനി ടീമുകൾ വരുമ്പോൾ അവര് ഇങ്ങനെ
കോസ്മെറ്റിക്സ് ആയിരുന്നു ഫീൽഡ്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോൾ ഈ ഫിലിപ്പീനികൾ എന്നെ വിളിക്കും. ഇവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ കറക്റ്റായിട്ടല്ല, ഈ പാകിസ്ഥാനികൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവില്ല. അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ അവരിങ്ങനെ നിൽക്കും, നമ്മുടെ മുഖത്ത് നോക്കി നിൽക്കും. അപ്പൊ ഞാന് പുതിയ പുതിയ ഹിന്ദി വേർഡ്സ് അടക്കം കണ്ടുപിടിച്ച് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ ചോദിക്കും, നിനക്ക് എന്തായിരുന്നേട്ടാ ഈ പറയുന്നതെന്ന് ചോദിക്കും. പറയും, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു എന്റെ അവസ്ഥ. അങ്ങനെ ഞാൻ കുറെ ഹിന്ദി വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് എന്റെ എക്സ്പീരിയൻസ്, എനിക്ക് ഒട്ടും അറിയില്ല ഹിന്ദി. അപ്പോ മേങ്ക എന്ന് പറയും ഈ പാകിസ്ഥാനികളുടെ ഇതില്. അത് ശരിക്കും പറയുന്നത് വില കൂടുതലാണ്. അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയുന്നവരുണ്ടോ എനിക്ക് അറിയില്ല. എനിക്ക് അവരങ്ങനെ പറയുമ്പോ അങ്ങനെയാണ് തോന്നാറ്. മേങ്ക എന്ന് പറയും. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഏത് മാങ്ങിയത്, എന്താ ഇവര് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഞാൻ വന്നിട്ട് ഹസ്ബൻഡിനോട് ചോദിക്കും, ഇത് പറഞ്ഞ എന്താന്ന് ചോദിക്കാം. പറയും, ഇത് വില കൂടുതലാണ്, അവർക്ക് ഇത് അഫോർഡബിൾ അല്ല എന്നാണ് പറയുന്നതെന്ന്. അപ്പൊ ഞാൻ ഓക്കെ. പിന്നെ 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 ഇവര് വരുമ്പോ ഇവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല, ലോക്കൽ പാകിസ്ഥാനികൾക്കൊന്നും. അപ്പൊ അവര് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് പോകും. അപ്പൊ എനിക്ക് കുറച്ച് വാക്കുകൾ അറിയാം, അത് മാത്രം വെച്ചിട്ട് ഞാൻ പറയും. അപ്പൊ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ടാട്ടാ പറയാ. അപ്പൊ പറയുമ്പോ അവര് വിചാരിക്കും എനിക്ക് നല്ല ഹിന്ദി അറിയാന്ന്. അപ്പൊ അവരിങ്ങോട്ട് ഹിന്ദി ഒരുപാട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരി ബൈ, ഓക്കെ ബൈ എന്ന് പറയും. പിന്നെ എനിക്കൊന്നും പറയാൻ കേട്ടില്ല. അങ്ങനെ കുറച്ച് നാൾ കേട്ടാ, ഫസ്റ്റ് തുടക്കകാലത്തെ കാര്യങ്ങളാണ് ഇത്. അപ്പൊ എനിക്കിപ്പോഴും അറിയൊന്നുമില്ല. എന്നാലും പക്ഷെ എനിക്ക് അണ്ടർസ്റ്റാൻഡ്, ഓക്കെ എനിക്കറിയാം ഇവർ ഇന്നതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുറച്ചു കാലം ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്. കുറെ പേര് ചിരിച്ചല്ലേ, കുറെ പേര് ചിരിച്ചു കരയുന്നുണ്ടായിരുന്നു സിയ പറഞ്ഞ കേട്ടിട്ട് കേട്ടോ. കുറെ പേര് ചിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്നെയും ചിരിപ്പിച്ചു. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ചേച്ചിയുടെ പറഞ്ഞ പോലെ ചേച്ചിയുടെ മോള് കൊറിയൻ, ജപ്പാനൊക്കെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുമായിരുന്നേ. ഇപ്പൊ ആള് 12th കഴിഞ്ഞപ്പോ നല്ല ഫ്ലുവന്റ് ആയി. കൊറിയയും അറിയാം, ജപ്പാനും അറിയാം, പിന്നെ അത്യാവശ്യം തെലുങ്ക് അറിയാം. ഇപ്പൊ ആള് 12th കഴിഞ്ഞിട്ട് BRക്ക് പഠിക്കാൻ വേണ്ടി ഹൈദരാബാദ് പോയേക്കാണ്. അപ്പൊ ആൾക്ക് നല്ല സുഖം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, ജപ്പാൻ, കൊറിയ, ഇപ്പൊ തെലുങ്കും അറിയാം. ഒരുമാതിരി എല്ലാ ഭാഷ ഉള്ളതുകൊണ്ട് അവളവിടെ സുഖമായിട്ട് അടിപൊളിച്ചടക്കേന്ന് പറയാന്. ആ കുട്ടിക്ക് ചെറുപ്പത്തിലേ തുടങ്ങിയ ആ ഒരു ഇത് അതായത് ഈ അത് മൂവീസ് അവര് ദുബായിലായിരുന്നു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ചെറുപ്പം മുതലേ അവിടെ ഒരുമാതിരി എല്ലാ ലാംഗ്വേജും അവര് മലയാളവും പഠിച്ച അതിന്റെ ഒപ്പം ഇംഗ്ലീഷ്, ഹിന്ദി, ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ വന്ന് നിക്കണ കാരണം അവരോടൊക്കെ സംസാരിച്ച് ചെറുപ്പം മുതലേ അറിയായിരുന്നു ചെറുതായിട്ട്. പിന്നെ ആൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുള്ളൂ, മലയാളം സിനിമയൊന്നും കാണൂല. ഈ അല്ലാത്ത ഭാഷകളൊക്കെ ഇങ്ങനെ സ്ഥിരം ഇരുന്ന് കണ്ട് ഇതിപ്പോ എല്ലാ ഭാഷയും ഒരുമാതിരി നന്നായിട്ട് പറയും ആള്. ഈ ലാംഗ്വേജ് അറിയാവുന്ന ആളുകൾ മറ്റുള്ളവർ അട്രാക്ട് ചെയ്യും പെട്ടെന്ന് കേട്ടോ. ലീഡർഷിപ്പിൽ, അതായത് ഇപ്പൊ ഒരു 10 പേര് കൂടുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഷകളിലും അറിയാവുന്ന ഒരാളിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ പോകും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അതായത് ട്രാവൽ ചെയ്യാം നമുക്ക്, അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനും ഈ ലാംഗ്വേജുകൾ അറിയാം. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു കുട്ടി ചേർത്തിരിക്കുന്നത് ഹിന്ദി, വിധി എന്ന പേര്. ആള് ഹിന്ദിയാണ്. ആള് സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൾ ഹിന്ദിയാണ്. കുറച്ച് എനിക്ക് തട്ടിമുട്ടിയും പിടിച്ചു നിൽക്കാം എന്നുള്ള രീതിയിൽ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ആ കുട്ടി വന്നപ്പോൾ രക്ഷപ്പെട്ടു. കാരണം ബാക്കിയുള്ളവർക്ക് ആർക്കും ഹിന്ദി അറിയില്ല. ഹിന്ദി അറിയാം, പക്ഷെ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് അവളുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ രീതിയിൽ ഹിന്ദി അറിയില്ല. പിന്നെ അവിടെ വരുന്നതിൽ തമിഴ് അറിയാവുന്ന കുട്ടികളാണ്. പിന്നെ അവർ ഈ മാറിയൊക്കെ വരില്ലേ, ഇപ്പോൾ ബാങ്കിലൊക്കെ ഓഫീസേഴ്സ് ആകുമ്പോൾ അവരിങ്ങനെ മാറി വരുന്നതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ചേർക്കുന്നത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് ചേർക്കുന്നത്. അപ്പോൾ അവർക്ക് തമിഴാണ്, പിന്നെ ഹിന്ദിയാണ് ചിലത്. തെലുങ്കാണെങ്കിൽ തെലുങ്ക് നമുക്ക് പറയാൻ അറിയില്ല, പക്ഷെ മനസ്സിലാവും. മറ്റേ തമിഴ്, അവർക്ക് തമിഴ് ശരിക്കും അറിയാൻ പറ്റും. തെലുങ്കന്മാർക്ക് കൂടുതൽ തമിഴ് കുറച്ചൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി നിൽക്കുന്നതുകൊണ്ട് ലാംഗ്വേജ് കുറച്ചറിയുന്നത് നല്ലതാണ്. എപ്പോഴും
നല്ല കാര്യമായിരിക്കും. ഇപ്പം ഈ വിധി എന്ന് പറയുന്ന കുട്ടീൻ്റെ അടുത്ത് ആ കൊച്ചു ഓടി എൻ്റെ അടുത്തേക്കേ വരുള്ളൂ. കാരണം എനിക്ക് കുറച്ചറിയാം. അവൾ പറയണത് ശരിക്കും മനസ്സിലാവില്ല കേട്ടോ. അവളുടെ ഹിന്ദി ഫുള്ളും നമുക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലുമൊക്കെ പിടിച്ച് കൊച്ചിന് എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ വെള്ളം വേണോ അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ ആ ഒരു രീതി അത് നമുക്ക് ഒരു ഇത്തിരിയൊക്കെ അറിയാമല്ലോ. പാനി അല്ലാണ്ട് വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അറിയാം. അതുകൊണ്ട് രക്ഷപ്പെട്ടു ആ കൊച്ചു ഒരു ഹിന്ദി കുറച്ചെങ്കിലും അറിയാവുന്നതുകൊണ്ട്. ഓക്കെ ശരി മാം. ഓക്കെ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരുടെയും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. ഇന്ന് സമയമായി, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു മാം. ഗുഡ് താങ്ക് നൈറ്റ്. യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. ബൈ.